3 വർഷമായി കടലിനക്കരെയാണ് ഫൈസൽ. കൃത്യമായി പറഞ്ഞാൽ 1009 ദിവസങ്ങൾ. റാഷ ആ ദിവസങ്ങളെല്ലാം വിരൽത്തുമ്പിൽ എണ്ണിയിരുന്നു. ഓരോ ദിവസവും ഒരു കല്ലു പെറുക്കി ഓർമ്മകളുടെ കുടുക്കയിലിടും പോലെ അവൾ സൂക്ഷിച്ചു. എന്നിട്ടും ഇന്ന് 1010ാമത്തെ ദിവസം അവളുടെ കാലിടറി. തല കറങ്ങുന്നത് പോലെ തോന്നി. അടുക്കളയിലെ അരച്ചുവെച്ച മസാലയുടെ ഗന്ധം ഓക്കാനമായി തൊണ്ടക്കുഴിയിലേക്ക് ഇരച്ചുകയറി. അവൾ വാ പൊത്തി ശുചിമുറിയിലേക്ക് ഓട്ടി. പുറത്തു ഉമ്മച്ചി ഫാത്തിമ പേരക്കുട്ടിക്കായി മുറ്റത്ത് കളിവീടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. റാഷയുടെ ഓട്ടം അവരുടെ കണ്ണിൽപ്പെട്ടില്ല. കുറേ നേരം ഛർദ്ദിച്ച് തളർന്ന് ഭിത്തിയിൽ ചാരിയിരിക്കുമ്പോൾ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ശരീരത്തെക്കുറിച്ചോർത്ത് അവൾക്ക് പേടി തോന്നിത്തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ ക്ഷീണം, ഭക്ഷണത്തോടുള്ള മടുപ്പ്, പിന്നെ ചില പ്രത്യേക ഗന്ധങ്ങൾ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ. അവളുടെ ഉള്ളിൽ ഒരു ഭയത്തിന്റെ വിത്ത് മുളപൊട്ടിയിരുന്നു. അത് സത്യമാകരുതേ എന്ന് ഓരോ നിസ്കാരത്തിലും അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ ശരീരം അതിൻ്റെ അടയാളങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയ പുരുഷന്മാരുടെ ആരവം പുറത്തു കേൾക്കാം. ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ഫാത്തിമയുടെ കണ്ണുകൾ പലവട്ടം റാഷയെ തേടിച്ചെന്നു. അവളുടെ വിളറിയ മുഖവും ഇടയ്ക്കിടെ നെറ്റിയിൽ പടരുന്ന വിയർപ്പുതുള്ളികളും ആ ഉമ്മയുടെ കണ്ണിൽ പതിഞ്ഞു. എന്താ മോളെ, നിനക്കൊരു വയ്യായിക പോലെ? സ്നേഹത്തോടെ അവർ ചോദിച്ചു. ഒന്നുമില്ല ഉമ്മച്ചി, ചെറിയൊരു തലവേദന, അവൾ ഒഴിഞ്ഞുമാറി. പക്ഷേ ചോറ് വിളമ്പിവെച്ച പാത്രത്തിനു മുന്നിലിരുന്നപ്പോൾ അവൾക്ക് വീണ്ടും തലകറങ്ങി, കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ. അടുത്ത നിമിഷം ഫാത്തിമയുടെ നിലവിളിയാണ് അവൾ കേട്ടത്. ബോധം വരുമ്പോൾ അവൾ സ്വന്തം കിടപ്പുമുറിയിലെ കട്ടിലിലായിരുന്നു. ചുറ്റും അയൽപ്പക്കത്തെ സ്ത്രീകളും ഫാത്തിമയും പരിഭ്രാന്തരായി നിൽക്കുന്നു. ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം കൊണ്ടാ, അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമായ നബീസുമ്മ അവളുടെ നാഡി പിടിച്ചു നോക്കി. എന്നിട്ട് ഫാത്തിമയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ആ നിമിഷം ഫാത്തിമയുടെ മുഖം കല്ലുപോലെ ഉറയ്ക്കുന്നത് റാഷ കണ്ടു. അന്ന് വൈകുന്നേരം തന്നെ അവരെ അടുത്തുള്ള ടൗണിലെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും റാഷയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. ഒടുവിൽ ഡോക്ടർ പുഞ്ചിരിയോടെ ആ വാർത്ത പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ചെറിയ ക്ഷീണമാണ്, സാധാരണയാണ്. റാഷ ഗർഭിണിയാണ്, 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് ഫാത്തിമയുടെ കാതുകളിൽ പതിച്ചത്. സന്തോഷം കൊണ്ട് വിടരേണ്ടിയിരുന്ന ആ ഉമ്മയുടെ മുഖത്ത് അവിശ്വസനീയതയും ഞെട്ടലും നിഴലിച്ചു. റാഷയുടെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി. അവൾക്ക് സന്തോഷിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ. വീട്ടിലേക്കുള്ള ഓട്ടോറിക്ഷ യാത്രയിൽ ആരുമൊന്നും സംസാരിച്ചില്ല. നിശബ്ദതയ്ക്ക് കനമേറി. വീട്ടിലെത്തിയതും ഫാത്തിമ നേരെ അവരുടെ മുറിയിലേക്ക് പോയി കതകടച്ചു. റാഷ തനിച്ചായി. വയറ്റിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട്. പക്ഷേ ആ തുടിപ്പിന്റെ താളം പുറത്തുള്ള ലോകത്തിന് അപശ്രുതിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. ഫൈസൽ ഗൾഫിലേക്ക് പോയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നെങ്ങനെ? ആ ചോദ്യം ഒരു തീഗോളം പോലെ ആ വീടിനകത്ത് പുകഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 2. അടക്കം പറച്ചിലുകളുടെ ഗ്രാമം. വാർത്തയ്ക്ക് കാട്ടുതീയുടെ വേഗതയായിരുന്നു. ഡോക്ടറെ കാണാൻ പോയ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നോ ക്ലിനിക്കിലെ ജീവനക്കാരിൽ നിന്നോ അത് പുറത്തേക്ക് പടർന്നു. പിറ്റേന്ന് രാവിലെ പത്രം വാങ്ങാൻ പോയ ഫാത്തിമയുടെ ഭർത്താവ് അബു ഹാജി നാട്ടുകാരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ചിലർ ഒളിച്ചും പാത്തും സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പടച്ചോനെ, ആ അബു ഹാജിയുടെ മോനല്ലേ ദുബായിൽ? 3 കൊല്ലായില്ലേ പോയിട്ട്? ചായക്കടയിലിരുന്ന് ആരോ ചോദിച്ചു. അതേലോ, ഇതെങ്ങനെ സംഭവിച്ചു? മറ്റൊരാൾ അത്ഭുതം കൂറി. പള്ളിയിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ റാഷയുടെ വീടിനു നേരെ ചൂണ്ടപ്പെട്ട വിരലുകൾ ഉയർന്നു. അടക്കിപ്പിടിച്ച ചിരികളും കുത്തുവാക്കുകളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഒരു കുടുംബത്തിന്റെ മാനം ഒരു നൂൽപ്പാലത്തിലൂടെ നടന്നു തുടങ്ങിയിരുന്നു. റാഷയുടെ ലോകം അവളുടെ മുറിക്കുള്ളിലേക്ക് ചുരുങ്ങി. അടുത്ത കൂട്ടുകാരികൾ പോലും അവളെ സന്ദർശിക്കാൻ മടിച്ചു. ബന്ധുക്കളുടെ ഫോൺ വിളികൾ വന്നു തുടങ്ങി. എന്താ മോളെ കേൾക്കുന്നത്? വല്ല അബദ്ധവും പറ്റിയോ എന്ന ചോദ്യങ്ങളിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ അപവാദത്തിന്റെ തേനീച്ചക്കൂട് ഒളിഞ്ഞിരുന്നു. ഓരോ വിളിയും ഓരോ അമ്പുപോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. സത്യം വിളിച്ചു പറയാൻ അവളുടെ നാവ് തരിച്ചു. പക്ഷേ ഫൈസലിന് കൊടുത്ത വാക്ക് അവളെ തടഞ്ഞു.
ആ രഹസ്യം പുറത്തറിഞ്ഞാൽ? അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ സ്വന്തം വീട്ടിൽ നിന്നും ഉപ്പയും ഉമ്മയും കാണാൻ വന്നു. ഉപ്പയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഉമ്മയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. എന്താ റാഷ ഇത്? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായല്ലോ. സത്യം പറയടി, ആരാ ഇതിന് ഉത്തരവാദി? ഉപ്പയുടെ ശബ്ദം കടുത്തു. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഉപ്പ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വിശ്വസിക്ക. എന്റെ ഫൈസൽക്കെല്ലാം അറിയാം. അവനെങ്ങനെ അറിയാനാ? അവൻ കടലിനക്കരയല്ലേ. നീ ഞങ്ങളെ നാണം കെടുത്തി. ആ വാക്കുകൾ കേട്ട് അവളുടെ ഉമ്മ അവളെ ചേർത്തുപിടിച്ചു. സമാധാനപ്പെട്, അവളോട് പതിയെ ചോദിക്കാം. പക്ഷേ ആ അമ്മയുടെ കണ്ണുകളിലും സംശയത്തിന്റെ നിഴൽ വീണിരുന്നു. അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വയറ്റിൽ വളരുന്ന കുഞ്ഞു മാത്രമായിരുന്നു അവളുടെ കൂട്ട്. രാത്രിയുടെ നിശബ്ദതയിൽ അവൾ വയറിൽ കൈവച്ചു പറയും, പേടിക്കണ്ട വാവേ, നിന്റെ ഉപ്പ വരും, നമ്മളെ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ ആ വാക്കുകൾക്ക് അവളുടെ ഭയത്തെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫൈസൽ എങ്ങനെ വരുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അധ്യായം 3. കടവും ഒരു കണ്ണീർ വിളിയും. ഓർമ്മകൾ ഒരു പ്രളയം പോലെ റാഷയുടെ മനസ്സിലേക്ക് ഇരച്ചുകയറി. ഇന്നീ അനുഭവിക്കുന്ന വേദനയുടെയെല്ലാം തുടക്കം എവിടെയായിരുന്നു? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഫൈസലിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ബിസിനസ്സുകാരനാകണം. ആ ആഗ്രഹമാണ് ഗൾഫ് ഇവന്റ്സ് എന്ന പേരിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങാൻ പ്രേരണയായത്. നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളുടെ നിക്കാഹിന്റെ മുഴുവൻ കോൺട്രാക്റ്റും അവർക്ക് കിട്ടി. അതൊരു തുടക്കമാകുമെന്ന് ഫൈസലും സുഹൃത്തും സ്വപ്നം കണ്ടു. പക്ഷേ എല്ലാം കൈവിട്ടുപോയി. നിക്കാഹിന്റെ അന്ന് പന്തലിൽ വെച്ച സൗണ്ട് സിസ്റ്റം പണിമുടക്കി. വിരുന്നിന് വിളമ്പിയ ഭക്ഷണത്തിൽ എന്തോ പിശക് പറ്റി കുറേ പേർക്ക് വയറുവേദനയുണ്ടായി. ആകെ നാണക്കേടും നഷ്ടവും. പ്രമാണി 1 രൂപ പോലും കൊടുത്തില്ലെന്നു മാത്രമല്ല, നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. പന്തലിനും ഭക്ഷണത്തിനും കൊടുത്ത പണം മുഴുവൻ കടമായിരുന്നു. ഫൈസലിന്റെ തലയിൽ ലക്ഷങ്ങളുടെ ഭാരം വീണു. കടം കൊടുത്തവർ വീട്ടിൽ കയറിയിറങ്ങാൻ തുടങ്ങി. അവരുടെ ഭീഷണികളും തെറിവിളികളും ആ വീടിന്റെ സമാധാനം കെടുത്തി. ആ നാണക്കേടിൽ നിന്നും കടത്തിൽ നിന്നും കരകയറാനാണ് അവൻ ഗൾഫിലേക്ക് വിമാനം കയറിയത്. ഓരോ മാസവും അവൻ അയക്കുന്ന പണം കടം വീട്ടാനും പലിശ കൊടുക്കാനും തികയാതെ വന്നു. എന്നെങ്കിലും ഈ കടം തീരുമെന്നും തനിക്ക് നാട്ടിലേക്ക് അഭിമാനത്തോടെ മടങ്ങിവരാൻ കഴിയുമെന്നും അവൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ 6 മാസം മുൻപൊരു ദിവസം എല്ലാം തകർന്നുപോയി. പലിശ കൊടുക്കാൻ വൈകിയതിന് പ്രധാന കടക്കാരൻ വീട്ടിൽ വന്ന് അബുഹാജിയെയും ഫാത്തിമയെയും ഒരുപാട് അപമാനിച്ചു. അത് കണ്ടു നിൽക്കാൻ കഴിയാതെ റാഷ മുറിയിൽ കയറി വാതിലടച്ചു. അന്ന് രാത്രി അവൾ ഫൈസലിനെ വിളിച്ചു. അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഫൈസൽക്ക, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അവര് വന്ന് ഉപ്പാനെയും ഉമ്മച്ചിയെയും ഒരുപാട് ചീത്ത പറഞ്ഞു. നമ്മളെക്കൊണ്ട് അവരെന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. നിങ്ങളൊന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അവൾ പൊട്ടിക്കരഞ്ഞു. മരുഭൂമിയിലെ ആ ഇടുങ്ങിയ മുറിയിലിരുന്ന് ഫൈസലിന്റെ നെഞ്ചുപിടഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവൾ കരയുന്നത് കേട്ടിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായത അവനെ തളർത്തി. അവന്റെ കണ്ണുകളും നിറഞ്ഞു. കുറച്ചുനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, കരയല്ലേ റഷ, ഞാൻ എത്തും, നിന്റെ അടുത്ത് ഞാൻ എത്തും, എന്ത് വില കൊടുത്താണെങ്കിലും. ആ വാക്കുകളിൽ അവൾക്ക് ആശ്വാസം തോന്നി. പക്ഷേ കടത്തിന്റെ വലിയ മതിൽക്കെട്ട് ഭേദിച്ച് അവൻ എങ്ങനെ എത്താനാണ്? അതൊരു വെറും വാക്കായിരിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ ആ ഫോൺ കോൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പാതിരാത്രിയിൽ അവളുടെ മുറിയുടെ ജനലിൽ ഒരു തട്ട് വീണു. ആദ്യം അതൊരു സ്വപ്നമാണെന്നാണ് അവൾ കരുതിയത്. വീണ്ടും അതേ ശബ്ദം കേട്ടപ്പോൾ അവൾ ഭയത്തോടെ ജനൽ തുറന്നു. പുറത്തെ ഇരുട്ടിൽ നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ ഒരു നിഴൽ രൂപം. അതടുത്തേക്ക് വന്നപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി. ഫൈസൽ. അധ്യായം 4. ഉമ്മയുടെ മൗനം. വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ റാഷയുടെ നെഞ്ചിൽ ഒരു ഭാരം കയറിയിരുന്നു. ഫൈസൽ വന്നതും പോയതും ഒരു സ്വപ്നം പോലെ അവൾക്കോർമ്മയുണ്ട്. പക്ഷേ ആ സത്യം ഇപ്പോൾ ആരെ ബോധ്യപ്പെടുത്താനാണ്? ഫാത്തിമയുടെ മൗനമായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അവർ അവളെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ അവരുടെ ഓരോ നോട്ടത്തിലും അവഗണനയുടെ തണുപ്പ് പടർന്നിരുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചു. ഒരു കാലത്ത് സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച ആ ഉമ്മച്ചി ഇപ്പോൾ ഒരു അപരിചിതയെപ്പോലെ പെരുമാറുന്നു.
ഒരു ദിവസം രാത്രി റാഷ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫാത്തിമ ആ മുറിയിലേക്ക് വന്നു. അവരുടെ മുഖം ഗൗരവമേറിയതായിരുന്നു. മോളെ റാഷ. അവർ പതുക്കെ വിളിച്ചു. അവൾ എഴുന്നേറ്റിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പേടി കൂടാതെ സത്യം പറയണം. റാഷയുടെ ഹൃദയം നിലയ്ക്കുമെന്ന് തോന്നി. ഈ കുഞ്ഞിന്റെ ഉത്തരവാദി ആരാണ്? അവർ നേരെ വിഷയത്തിലേക്ക് കടന്നു. നീ എന്റെ മോന്റെ ഭാര്യയാണ്. ഈ കുടുംബത്തിന്റെ മാനം ഇനി നിന്റെ കയ്യിലാണ്. വല്ല തെറ്റും പറ്റിപ്പോയെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. നമുക്കൊരു വഴി കാണാം. അല്ലെങ്കിൽ നാളെ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടി വരും. റാഷയ്ക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മച്ചി, എന്നെ അവിശ്വസിക്കല്ലേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഫൈസൽക്കയുടെ കുഞ്ഞാണ്. പടച്ചോനാണേ സത്യം. ഫാത്തിമയുടെ മുഖത്ത് പുച്ഛം കലർന്ന ഒരു ചിരി വിരിഞ്ഞു. അവൻ 3 കൊല്ലമായിട്ട് ഇവിടെയില്ല റാഷ. പിന്നെങ്ങനെ? നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയാണെന്ന് കരുതിയോ? അല്ലമ്മച്ചി, ഇക്ക വന്നിരുന്നു. അവൾ പറയാൻ തുടങ്ങി. പക്ഷേ പാതി വഴിയിൽ നിർത്തി. ഫൈസലിന് കൊടുത്ത വാക്ക് അവളുടെ നാവടപ്പിച്ചു. വന്നിരുന്നെന്നോ? എപ്പോൾ? ഞങ്ങൾ ആരും അറിയാതെ നിന്നെ കാണാൻ അവൻ ഒളിച്ചു വന്നെന്നോ? എന്ത് കഥയാ മോളെ നീ പറയുന്നത്? റാഷയ്ക്ക് മറുപടിയില്ലായിരുന്നു. അവൾക്ക് തലകുനിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഫാത്തിമ എഴുന്നേറ്റു. പോകുന്നതിനു മുൻപ് അവർ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ ഉപ്പാനെ വിളിച്ച് ഞാൻ കാര്യം പറയും. ഒന്നുകിൽ നീ സത്യം പറയണം, അല്ലെങ്കിൽ നിന്നെ അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകട്ടെ. ഈ അപമാനം താങ്ങി ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് വയ്യ. കതക് വലിച്ചടച്ച് അവർ പുറത്തേക്ക് പോയപ്പോൾ ആ മുറിയിലെ ഇരുട്ടിനേക്കാൾ വലിയ ഒരിരുട്ട് റാഷയുടെ ഹൃദയത്തിൽ നിറഞ്ഞു. അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. നാളെ നേരം പുലരരുതേ എന്ന് അവൾ ആദ്യമായി ആഗ്രഹിച്ചു. ഫാത്തിമ പോയ വഴിയെ നോക്കി റാഷ തളർന്നിരുന്നു. ആ മുറിയിലെ ഇരുട്ട് അവളെ വിഴുങ്ങുന്നതുപോലെ തോന്നി. ഒറ്റപ്പെടലിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ അവളുടെ ഓർമ്മകൾ 6 മാസം പിന്നോട്ട് സഞ്ചരിച്ചു. പ്രതീക്ഷയുടെ നിലാവ് പരന്ന ആ രാത്രിയിലേക്ക്. അന്ന് ഫൈസലിന്റെ കണ്ണീരിൽ കുതിർന്ന ആ ഫോൺ കോളിന് ശേഷം ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഒരു രാത്രി പുറത്ത് മഴ തോർന്നിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്തോ ശബ്ദം കേട്ടാണ് റാഷ ഞെട്ടിയുണർന്നത്. വീടിന്റെ പിന്നാമ്പുറത്തെ മാവിൽ നിന്ന് ഒരു മാങ്ങ വീണതാകുമെന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷേ ജനലിൽ ആരോ വിരലുകൊണ്ട് മെല്ലെ തട്ടുന്ന ശബ്ദം വീണ്ടും കേട്ടു. അവളുടെ ഹൃദയം ഭയം കൊണ്ട് പെരുമ്പറ കൊട്ടി. ആരാണ് ഈ പാതിരാത്രിയിൽ? കടക്കാരെങ്കിലുമാകുമോ? അവൾ ശ്വാസമടക്കിപ്പിടിച്ച് കട്ടിലിൽ നിന്നെഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകളോടെ ജനലിന്റെ പാളി മെല്ലെ തുറന്നു. പുറത്ത് കനത്ത ഇരുട്ട്. മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നേർത്ത നിലാവിൽ അവൾ ആ രൂപം കണ്ടു. മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. അത് പതിയെ അടുത്തേക്ക് വന്നപ്പോൾ, ആ മുഖം വെളിച്ചത്തിൽ തെളിഞ്ഞപ്പോൾ അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഫൈസൽക്ക. അവളുടെ ശബ്ദം ഒരു നേർത്ത തേങ്ങലായി പുറത്തുവന്നു. സന്തോഷവും അവിശ്വസനീയതയും ഭയവും കലർന്ന ഒരു വികാരം അവളെ പൊതിഞ്ഞു. ഇതൊരു സ്വപ്നമാണോ അതോ തന്റെ തോന്നലോ? ശബ്ദമുണ്ടാക്കല്ലേ, അവൻ ചുണ്ടിൽ വിരൽ വെച്ച് മെല്ലെ പറഞ്ഞു. വാതിൽ തുറക്ക്. അവൾക്ക് ബോധം വീണ്ടുകിട്ടിയതുപോലെ തോന്നി. കാലുകൾക്ക് ജീവൻ വെച്ചതുപോലെ അവൾ അടുക്കള ഭാഗത്തേക്ക് ഓട്ടി. ശബ്ദമുണ്ടാക്കാതെ പിന്നിലെ വാതിലിന്റെ കൊളുത്തെടുത്തു. വാതിൽ തുറന്നതും ഫൈസൽ അകത്തേക്ക് കയറി അവളെ ഇറുകെ പുണർന്നു. അവന്റെ നെഞ്ചിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. അവന്റെ ഷർട്ടിൽ മരുഭൂമിയുടെ ഗന്ധമുണ്ടായിരുന്നു. അവന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. അത് സത്യമായിരുന്നു. തന്റെ ഫൈസൽക്ക വന്നിരിക്കുന്നു. എങ്ങനെയെത്തി ഇവിടെ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വരും എന്ന് പറഞ്ഞില്ലേ? അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. കമ്പനിയിൽ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞാണ് കുറച്ചു ദിവസത്തെ ലീവ് തരപ്പെടുത്തിയത്. കയ്യിലാകെയുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യം കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്. എയർപോർട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് അവന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ജമാൽ മാത്രമായിരുന്നു. കടക്കാർ അറിയാതിരിക്കാനാണ് ഈ ഒളിച്ചുവരവ്. അവരറിഞ്ഞാൽ പിന്നെ അവനെ നാട്ടിൽ നിന്ന് അനങ്ങാൻ സമ്മതിക്കില്ല. ഈ സത്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ അവൻ പറയുമ്പോൾ റാഷ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു.
തനിക്കു വേണ്ടി ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിർന്നല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ഹൃദയം നിറഞ്ഞു. ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ ആരും ഉപയോഗിക്കാതെ പൊടിപിടിച്ചു കിടന്ന മുറി അട്ടത്തുമ്മ അവരുടെ ഒളിസങ്കേതമായി മാറി. പകൽ മുഴുവൻ ഫൈസൽ ആ മുറിയിൽ ഒളിച്ചിരിക്കും. രാത്രിയിൽ വീട്ടിലുള്ളവരെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ റാഷ മുകളിലേക്ക് പോകും. ആരും കാണാതെ അവൾ കൊണ്ടുപോകുന്ന ഭക്ഷണപ്പൊതിയിൽ സ്നേഹം നിറച്ചിരുന്നു. അതൊരു വിചിത്രമായ ജീവിതമായിരുന്നു. ഭയവും പ്രണയവും ഒരുപോലെ കലർന്ന ദിവസങ്ങൾ. പുറത്ത് ആരുടെയെങ്കിലും കാലൊച്ച കേട്ടാൽ അവരുടെ ഹൃദയം നിലയ്ക്കും. വാതിലിൽ ആരെങ്കിലും മുട്ടിയാൽ അവർ പരസ്പരം നോക്കി ശ്വാസമടക്കി പിടിച്ചിരിക്കും. പക്ഷേ ആ ഭയത്തിനിടയിലും അവർ പ്രണയിച്ചു. വിരഹത്തിന്റെ വേദനയിൽ ഉരുകിത്തീർന്ന രാവുകൾക്ക് അവർ പകരം വീട്ടി. അടക്കിപ്പിടിച്ച ചിരികളും സ്വകാര്യങ്ങളും കൊണ്ട് ആ മുറി നിറഞ്ഞു. വർഷങ്ങളായി പറയാൻ ബാക്കി വച്ചതെല്ലാം അവർ പറഞ്ഞു തീർത്തു. ഈ കടമൊക്കെ എപ്പോ തീരുമെന്ന ഫൈസൽക്ക? ഒരു രാത്രി അവൾ അവന്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കൂടുതൽ കഷ്ടപ്പെടും മോളെ. ഓവർ ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ എല്ലാം വീട്ടും. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണം. നിന്റെ കൂടെ ഇങ്ങനെ പേടിക്കാതെ ജീവിക്കണം. അവന്റെ കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. കടങ്ങളെല്ലാം തീർത്ത് ചെറിയൊരു വീട് വെച്ച് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ച്. ആ സ്വപ്നങ്ങളാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകിയത്. ആ ഒളിവു ജീവിതത്തിലെപ്പോഴോ ആണ് ഒരു പുതിയ ജീവൻ അവർക്കിടയിലേക്ക് വിരുന്നെത്തിയത്. ഭയത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ വെച്ച് പ്രണയം വിതച്ച വിത്ത്. ലോകമറിയാതെ അവർ പങ്കുവച്ച സ്നേഹത്തിന്റെ അടയാളം. 1 മാസത്തോളം അവൻ അവിടെയുണ്ടായിരുന്നു. 30 ദിവസങ്ങൾ 30 യുഗങ്ങൾ പോലെ അവർക്ക് തോന്നി. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. അധ്യായം 7. മടക്കയാത്ര. പോകാനുള്ള ദിവസം വന്നെത്തി. ആ വാർത്ത കേട്ടപ്പോൾ റാഷയുടെ നെഞ്ച് തകർന്നുപോയി. ഈ സന്തോഷം ഇത്ര പെട്ടെന്ന് തീരുമെന്ന് അവൾ കരുതിയിരുന്നില്ല. പോകല്ലേ ഇക്ക, കുറച്ചൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയല്ലേ റാഷ, അവൻ അവളെ സമാധാനിപ്പിച്ചു. ലീവ് തീർന്നു. ഞാൻ പോയില്ലെങ്കിൽ ഈ ജോലി കൂടിപ്പോകും. പിന്നെ നമ്മളെങ്ങനെ കടം വീട്ടും? അന്ന് രാത്രി പോകുന്നതിനു മുൻപ് അവൻ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടും, നീ അത് സമ്മതിക്കണം. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഞാൻ ഇവിടെ വന്നു പോയ കാര്യം ആരും അറിയരുത്, നമ്മുടെ ഉപ്പയും ഉമ്മച്ചിയും പോലും. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. അതെന്തിനയക്ക? അവൾക്ക് മനസ്സിലായില്ല. ഞാൻ വന്ന് ഒളിച്ചു താമസിച്ച് തിരിച്ചുപോയെന്ന് കടക്കാരറിഞ്ഞാൽ എന്താകും സ്ഥിതി? നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു ഭീരുവായി മാറും. കടത്തെ പേടിച്ച് ഒളിച്ചോടിയവൻ എന്നവർ പറയും. ആ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് ഞാനിവിടെ വന്നിട്ടേയില്ല എന്ന് അവർ കരുതുന്നതാണ്. എനിക്ക് വാക്കുതാ, നീ ഈ രഹസ്യം ആരോടും പറയില്ലെന്ന്. അവന്റെ മുഖത്തെ നിസ്സഹായത കണ്ടപ്പോൾ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ അവൾ അവന് വാക്കുകൊടുത്തു. അന്ന് പാതിരാത്രി ജമാൽ വീണ്ടും വന്നു. ആരും കാണാതെ ഒരു നിഴലുപോലെ അവൻ കാറിൽ കയറി ഇരുട്ടിലേക്ക് മറഞ്ഞു. റാഷയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാഗം പറിച്ചു കൊണ്ടുപോയതുപോലെ അവൾക്ക് തോന്നി. അവൾ വീണ്ടും തനിച്ചായി. പക്ഷേ ഇത്തവണ അവളുടെ ഹൃദയത്തിൽ ഒരു രഹസ്യവും വയറ്റിൽ ഒരു ജീവന്റെ തുടിപ്പും ബാക്കിയുണ്ടായിരുന്നു. അധ്യായം 8. വർത്തമാനത്തിലെ തീ. ഓർമ്മകളിൽ നിന്ന് റാഷ ഞെട്ടിയുണർന്നു. ഫാത്തിമയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ ഉപ്പാനെ വിളിച്ച് ഞാൻ കാര്യം പറയും. ഇല്ല, ഫൈസൽക്കയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ അവൾക്ക് കഴിയില്ല. ആ രഹസ്യം പുറത്തറിഞ്ഞാൽ അത് തന്റെ പ്രിയപ്പെട്ടവന്റെ അഭിമാനത്തെയാകും മുറിവേൽപ്പിക്കുക. കടക്കാരിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അതിലും ഭേദം ഈ അപമാനം താൻ തനിച്ചു സഹിക്കുന്നതാണ്. തന്റെ നിരപരാധിത്വം എന്നെങ്കിലും ഫൈസൽക്ക തന്നെ ലോകത്തോട് വിളിച്ചു പറയും. ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിളറിയ മുഖവുമുള്ള ഒരു പെൺകുട്ടിയെയാണ് അവൾ കണ്ടത്. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉറച്ചിരുന്നു. എന്ത് സംഭവിച്ചാലും സത്യം തൽക്കാലം താൻ പറയില്ല. പുറത്തു നേരം വെളുത്തു തുടങ്ങിയിരുന്നു. സുബഹി ബാങ്കിന്റെ ശബ്ദം ദൂരെ നിന്ന് ഒഴുകി വന്നു. പിന്നാലെ അബുഹാജി ചുമച്ചുകൊണ്ട് മുറിക്കു പുറത്തിറങ്ങുന്ന ശബ്ദം അവൾ കേട്ടു. അദ്ദേഹം ഫോൺ എടുക്കുന്നത് അവൾക്കറിയാമായിരുന്നു. അവളുടെ ഉപ്പയെ വിളിക്കാനാകും. റാഷയുടെ നെഞ്ച് ശക്തിയായി ഇടിച്ചു.
കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെ ആ വീട് നിശബ്ദമായി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് ഒരു രൂപവുമില്ലായിരുന്നു. അവൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പടച്ചോനെ, നീ തുണ. പിറ്റേന്ന് രാവിലെ റാഷയുടെ ഉപ്പ സുലൈമാനും ഉമ്മ ആയിഷയും ആ പടിപ്പുര കടന്നുവരുമ്പോൾ അവരുടെ മുഖത്ത് തലേദിവസത്തെ അപമാനത്തിന്റെ കരിനിഴൽ വീണിരുന്നു. സുലൈമാന്റെ മുഖം ഒരു കരിങ്കല്ലുപോലെ ഉറച്ചിരുന്നു. ആയിഷയുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. റാഷയുടെ വീടിന്റെ ഉമ്മറത്തേക്ക് അവർ കയറിയത് ഒരു വിചാരണ കോടതിയിലേക്ക് കയറുന്ന ഗൗരവത്തോടെയായിരുന്നു. അകത്തെ ഹാളിൽ എല്ലാവരും ഒരുമിച്ചുകൂടി. ഒരു വശത്ത് അബുഹാജിയും മൗനം പൂണ്ട ഫാത്തിമയും, മറുവശത്ത് സുലൈമാനും ആയിഷയും. അവർക്കു നടുവിൽ ഒരു കുറ്റവാളിയെപ്പോലെ റാഷ തലകുനിച്ചിരുന്നു. ആദ്യം സംസാരിച്ചത് സുലൈമാനാണ്. ശബ്ദം കനത്തിരുന്നു. അബുക്ക, ഫാത്തിമത്ത, എന്റെ മോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ തലകുനിക്കാൻ ഞാനും തയ്യാറാണ്. പക്ഷേ എനിക്ക് സത്യം അറിയണം. റാഷ അവസാനമായി ചോദിക്കുക, ആരാണ് ഇതിന് ഉത്തരവാദി? എല്ലാവരുടെയും കണ്ണുകൾ അവൾക്ക് നേരെയായിരുന്നു. ഓരോ നോട്ടവും മുള്ളുപോലെ തറച്ചുകയറുന്നു. അവൾ മെല്ലെ തലയുയർത്തി. അവളുടെ ശബ്ദം നേർത്തുപോയിരുന്നു, പക്ഷേ അതിന് ദൃഢതയുണ്ടായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലൊപ്പ. ഇത് ഫൈസൽക്കയുടെ കുഞ്ഞാണ്. അസാധ്യമായ കാര്യമാണ് നീ പറയുന്നത്, സുലൈമാൻ അലറി. അവനിവിടെ ഇല്ലാഞ്ഞിട്ട് കാലം 3 ആയി. തെളിവില്ലാത്ത ഈ വാക്ക് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കുകയാണോ? അവൾ നിശബ്ദയായി കണ്ണീരൊഴുക്കി. അവൾക്ക് എന്ത് തെളിവ് നൽകാനാണ്? ആരും കാണാതെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ആകാശവും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ലാതെ മറ്റാരാണ് സാക്ഷി? അബുഹാജി ഇടപെട്ടു. സുലൈമാനെ, നമ്മൾ നോങ്ങായിട്ട് കാര്യമില്ല. നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങി. ഈയൊരവസ്ഥയിൽ അവളിവിടെ നിൽക്കുന്നത് ആർക്കും നല്ലതല്ല. കൂടുതൽ അപമാനമുണ്ടാകും. സുലൈമാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഒരു വിധി പ്രസ്താവിക്കുന്നതുപോലെ പറഞ്ഞു, അവൾ ഇവിടെ നിൽക്കണ്ട. എന്റെ വീട്ടിലേക്കും ഞാനിപ്പോൾ കൊണ്ടുപോകുന്നില്ല. തൽക്കാലം എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ആളുകളുടെ കണ്ണിൽ നിന്നൊന്ന് മാറി നിൽക്കട്ടെ. ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ അവൾ അവിടെ കഴിഞ്ഞാൽ മതി. അതൊരു നാടുകടത്തലായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവളെ അകറ്റി നിർത്താനുള്ള തീരുമാനം. ആയിഷയുടെ നെഞ്ചു പിളർക്കുന്ന ഒരു തേങ്ങൽ ഉയർന്നെങ്കിലും സുലൈമാന്റെ രൂക്ഷമായ നോട്ടത്തിൽ അത് അമർന്നുപോയി. റാഷ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. ആരും അവളുടെ ഭാഗം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ഫാത്തിമയെ തേടി. ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് ആ ഉമ്മച്ചി തനിക്കുവേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. പക്ഷേ അവരുടെ മുഖം ശൂന്യമായിരുന്നു. അന്ന ഉച്ചയ്ക്ക് തന്നെ റാഷ പെട്ടിയുമെടുത്ത് ആ വീട്ടിൽ നിന്നിറങ്ങി. കുറച്ച് വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും അവൾ എടുത്തില്ല. ആരും കാണാതെ ഫൈസൽക്ക ഒളിവു ജീവിതത്തിനിടയിൽ കടപ്പുറത്തുനിന്ന് പെറുക്കി നൽകിയ ഒരു ചെറിയ ശംഖ് മാത്രം അവൾ തുണിയിൽ പൊതിഞ്ഞെടുത്തിരുന്നു. അതായിരുന്നു അവളുടെ ഒരേയൊരു ആശ്വാസം. യാത്രയയക്കാൻ ആരും വന്നില്ല. ഉമ്മ ആയിഷ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എല്ലാം ശരിയാകും മോളെ എന്ന് പറയുമ്പോഴും ആ വാക്കുകളിൽ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടായിരുന്നില്ല. സുലൈമാൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അടുത്തുള്ള പട്ടണത്തിലെ അമ്മായിയുടെ ഉപ്പയുടെ പെങ്ങൾ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയത്. അമ്മായി സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ അവരും സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ചീത്തപ്പേരുണ്ടാക്കിയ പെണ്ണിനെയാണല്ലോ പടച്ചോനെ എന്റെ തലയിൽ കൊണ്ടുവച്ചത് എന്നൊരു ഭാവം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവൾക്ക് പിന്നാമ്പുറത്തുള്ള ഒരു ചെറിയ മുറി നൽകി. അതവളുടെ പുതിയ തടവറയായി. വീട്ടുജോലികളിൽ അവൾ സഹായിച്ചു. പക്ഷേ ആരും അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ചില്ല. ഒരകലം എപ്പോഴും പാലിച്ചു. രാത്രിയിൽ ഫോണിലൂടെ അമ്മായി ബന്ധുക്കളോട് അവളെക്കുറിച്ച് പരാതി പറയുന്നത് അവൾ കേട്ടുകിടന്നു. ഇവളെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായിരിക്കുന്നു. കാണുന്നവരൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നു. ഇവളുടെ ഒരു കാര്യം, ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി. ഗർഭത്തിന്റെ അസ്വസ്ഥതകൾ അവളെ തളർത്തുന്നുണ്ടായിരുന്നു. ഛർദിയും ക്ഷീണവും കൂടി വന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. രാത്രിയുടെ നിശബ്ദതയിൽ കയ്യിലെ ശംഖിൽ മുഖമമർത്തി അവൾ ഫൈസൽക്കയെ ഓർത്ത് കരഞ്ഞു. ദുബായിലെ ലേബർ ക്യാമ്പിലെ ഇടുങ്ങിയ മുറിയിലിരുന്ന് ഫൈസൽ ഓരോ ദിർഹവും എണ്ണിപ്പെറുക്കുകയായിരുന്നു. കടം വീട്ടണം, റാഷയെ തിരികെ കൊണ്ടുവരണം. അവന്റെ ചിന്തകളിൽ അവൾ മാത്രമായിരുന്നു.
ദിവസവും രാത്രിയിലെ വീഡിയോ കോളുകളാണ് അവൻ്റെ ഏക ആശ്വാസം. പക്ഷേ കുറച്ചുനാളുകളായി അവളിൽ എന്തോ മാറ്റമുള്ളതായി അവന് തോന്നിത്തുടങ്ങി. എപ്പോഴും ചിരിക്കുന്ന പെണ്ണ് ഇപ്പോൾ ചിരിക്കാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിട്ടുണ്ട്. മെലിഞ്ഞതുപോലെയും തോന്നുന്നു. എന്താ റാഷ നിനക്ക് പറ്റിയത്? മുഖമെന്താ വാടിയിരിക്കുന്നത്? അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു ക്ഷീണം, അവൾ ഒഴിഞ്ഞുമാറി. ഞാനിപ്പോ അമ്മായിയുടെ വീട്ടിലാ, ഒരു ചേഞ്ചിന് വന്നതാ. അവളുടെ മറുപടി അവന് തൃപ്തി നൽകിയില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവന്റെ ഉള്ളു പറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് അവൻ നാട്ടിലേക്ക് വിളിച്ചത് ജമാലിനെയായിരുന്നു. ജമാലേ, എന്താടാ നാട്ടിൽ നടക്കുന്നത്? റാഷയുടെ സംസാരത്തിൽ ഒരു സുഖവുമില്ല. അവൾക്കിപ്പോ എന്താ അമ്മായിയുടെ വീട്ടിൽ കാര്യം? നീയൊന്ന് അന്വേഷിച്ചിട്ട് പറ. ജമാൽ എല്ലാം അന്വേഷിച്ചു. കേട്ട വാർത്തകൾ അവനെ ഞെട്ടിച്ചു. റാഷ ഗർഭിണിയായതും നാട്ടുകാർ അപവാദം പറഞ്ഞു തുടങ്ങിയതും വീട്ടുകാർ അവളെ അമ്മായിയുടെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതുമെല്ലാം അവൻ ഫൈസലിനെ അറിയിച്ചു. ഫോണിന്റെ മറുതലയ്ക്കൽ എല്ലാം കേട്ട് ഫൈസൽ തകർന്നുപോയി. അവന്റെ നെഞ്ചിൽ ഒരു തീയാളിക്കത്തി. തന്റെ ഭാര്യയുടെ മാനം രക്ഷിക്കാനായി താൻ ഒളിച്ചുവെച്ച രഹസ്യം അവളുടെ തന്നെ അപമാനത്തിന് കാരണമായിരിക്കുന്നു. അവളെ തനിച്ചാക്കി ഈ മരുഭൂമിയിൽ വന്നിരുന്ന് താനെന്താണ് നേടിയത്? കുറ്റബോധം കൊണ്ട് അവന്റെ ഹൃദയം നീറി. അവൻ കലണ്ടറിലേക്ക് നോക്കി. അവൾ 7 മാസം ഗർഭിണിയായി കാണും. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പണവും ജോലിയുമല്ല, റാഷയാണ് വലുത്. അവൻ ഉറച്ച കാൽവെപ്പുകളോടെ ഫോർമാന്റെ ഓഫീസിലേക്ക് നടന്നു. എനിക്ക് നാട്ടിൽ പോകണം, എമർജൻസിയാണ്. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. ബന്ധുക്കളെല്ലാം അടുത്തുള്ള തറവാട്ടു വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. പോകാൻ മടിച്ച റാഷയെ അമ്മായി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളായിട്ട് ഒളിച്ചിരിക്കണ്ട, എല്ലാവരെയും ഫേസ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ന്യായം. ആൾക്കൂട്ടത്തിനിടയിൽ റാഷ ശരിക്കും ഒറ്റപ്പെട്ടു. അവളുടെ നിറഞ്ഞ വയറിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ പാറി വീഴുന്നുണ്ടായിരുന്നു. സഹതാപത്തേക്കാൾ കൂടുതൽ പരിഹാസമായിരുന്നു ആ നോട്ടങ്ങളിൽ. അപ്പോഴാണ് ദൂരെയുള്ള ഒരു ബന്ധു, കുത്തുവാക്കുകൾക്ക് പേരുകേട്ട ഖദീജാത്ത, അവൾക്കരികിലേക്ക് വന്നത്. ചുറ്റുമുള്ളവർ കേൾക്കെ അവർ ചോദിച്ചു, അല്ല റാഷ, പ്രസവം എപ്പോഴാ ഡേറ്റ്? കുഞ്ഞിന്റെ മുഖം ആരെപ്പോലെയിരിക്കുമെന്ന് കാണാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക. ചുറ്റും ഒരടക്കി പിടിച്ച ചിരിയുയർന്നു. ആ നിമിഷം ഭൂമി പിളർന്ന് താനൊന്ന് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് റാഷ ആഗ്രഹിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപമാനം കൊണ്ട് ശരീരം വിറച്ചു. അതേ നിമിഷം ആ വീടിന്റെ മുറ്റത്ത് ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്നൊരാൾ ധൃതിയിലിറങ്ങി. വെയിലേറ്റ് കരിവാളിച്ച മുഖം, ക്ഷീണിച്ച കണ്ണുകൾ, പക്ഷേ അതിലൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ആൾക്കൂട്ടം നിശബ്ദമായി. വന്നയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. അത് ഫൈസലായിരുന്നു. അവൻ നേരെ നടന്നത് റാഷയുടെ അടുത്തേക്കാണ്. വിറച്ചു നിൽക്കുകയായിരുന്ന അവളുടെ തോളിൽ അവൻ കൈവച്ചു. എന്നിട്ട് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. അവന്റെ ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴങ്ങി, നിർത്തൂ. ഇവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. ഇത് എന്റെ ഭാര്യ, ഇത് എന്റെ കുഞ്ഞ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണോ? ഖദീജാത്തയുടെ മുഖം വിളറി. ആൾക്കൂട്ടത്തിലെ അടക്കം പറച്ചിലുകൾ നിലച്ചു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. 3 വർഷമായി ഗൾഫിലായിരുന്നവൻ ഇതാ കൺമുന്നിൽ. ഫൈസലിന്റെ ശബ്ദം ആൾക്കൂട്ടത്തിനു മുകളിൽ ഒരു ഇടിമുഴക്കം പോലെ നിന്നു. പരിഹാസച്ചിരികൾ മാഞ്ഞു. അടക്കം പറച്ചിലുകൾ നിലച്ചു. എല്ലാവരുടെയും മുഖത്ത് അവിശ്വസനീയമായ ഒരു ഞെട്ടൽ തളം കെട്ടി നിന്നു. അപമാനഭാരത്താൽ കൂമ്പിപ്പോയ റാഷയുടെ തോളിൽ ഫൈസലിന്റെ കൈകൾ താങ്ങായി. ആ നിമിഷം ആൾക്കൂട്ടത്തെയോ അവരുടെ നോട്ടങ്ങളെയോ അവൻ ഗൗനിച്ചില്ല. അവന്റെ ലോകത്ത് അവനും അവന്റെ റാഷയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പതിയെ അവളുടെ കാതിൽ പറഞ്ഞു, കരയല്ലേ, ഞാൻ വന്നില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൻ അവളെയും ചേർത്തു പിടിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് നടന്നു. ആളുകൾ അവർക്ക് വഴിയൊരുക്കി. സ്തംഭിച്ചു നിൽക്കുന്ന അവളുടെ അമ്മായിയുടെയും അമ്പരന്ന് നിൽക്കുന്ന അവളുടെ ഉപ്പ സുലൈമാന്റെയും മുന്നിലൂടെ അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. മുറ്റത്ത് കാത്തുനിന്ന ടാക്സിയിൽ അവളെ കയറ്റി അവനും കയറി. വീട്ടിലേക്കുള്ള യാത്ര നിശബ്ദമായിരുന്നു. പുറത്തെ കാഴ്ചകളൊന്നും അവർ കാണുന്നുണ്ടായിരുന്നില്ല. റാഷയുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല.
പക്ഷേ അത് അപമാനത്തിന്റെ കണ്ണുനീരായിരുന്നില്ല, ആശ്വാസത്തിൻ്റെതായിരുന്നു. ഫൈസൽ ഒന്നും സംസാരിക്കാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ആ സ്പർശനത്തിൽ സകല വേദനയ്ക്കുമുള്ള മരുന്നുണ്ടായിരുന്നു. അവർ വീട്ടുപടിയിൽ വണ്ടിയിറങ്ങുമ്പോൾ ഉമ്മച്ചി ഫാത്തിമ വാതിൽക്കൽ തന്നെയുണ്ടായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ അവിടെയും എത്തിയിരുന്നു. അവരുടെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ അല്ലായിരുന്നു, ആകെ ഒരുതരം മരവിപ്പായിരുന്നു. ഫൈസലേ, നീ എപ്പോ വന്നു? ആ ഉമ്മയുടെ ശബ്ദം വിറച്ചു. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വന്നതാ ഉമ്മച്ചി. അവൻ ശാന്തമായി, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്നിട്ട് ഫാത്തിമയെയും അബുഹാജിയെയും മറികടന്ന് റാഷയെയും കൊണ്ട് അവൻ അവരുടെ കിടപ്പുമുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിലടച്ചതും റാഷയുടെ നിയന്ത്രണം വിട്ടു. അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. മാസങ്ങളായി ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളെല്ലാം ഒരു പ്രളയം പോലെ പുറത്തേക്കൊഴുകി. അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ മുടിയിഴകളിൽ തലോടി. കുറച്ചു കഴിഞ്ഞ് റാഷയുടെ ഉപ്പയും ഉമ്മയും അമ്മായിയുമെല്ലാം അങ്ങേയെത്തി. ഫൈസൽ അവരെയെല്ലാം മുറിയിലേക്ക് വിളിച്ചു. അബുഹാജിയും ഫാത്തിമയും നേരത്തെ അവിടെയുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ചോദ്യചിഹ്നങ്ങൾ മാത്രം. ഫൈസൽ സംസാരിച്ചു തുടങ്ങി. അവനെല്ലാം പറഞ്ഞു. ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തകർന്നതും ലക്ഷങ്ങളുടെ കടം വന്നതും കടക്കാർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതും. അവൾ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. ഇവിടുത്തെ അപമാനം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റിയില്ല. അവൻ ഒരു നിമിഷം നിർത്തി, എന്നിട്ട് ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ വന്നു. 7 മാസം മുൻപ്, ആരുമറിയാതെ. കടക്കാർ അറിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒളിച്ചാണ് വന്നത്. ഈ വീട്ടിൽ മുകളിലത്തെ ആരും ഉപയോഗിക്കാത്ത മുറിയിൽ 1 മാസം ഞാൻ ഒളിച്ചു താമസിച്ചു. അത് കേട്ടതും ഫാത്തിമയുടെ കൈകൾ വാപ്പൊത്തി. അവരുടെ കണ്ണുകൾ മുകളിലത്തെ നിലയിലേക്ക് നീണ്ടു. അവർ ഓർത്തു, റാഷ രാത്രിയിൽ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് വല്ലപ്പോഴും കേട്ടിരുന്ന നേർത്ത ശബ്ദങ്ങൾ. എല്ലാം ഇപ്പോൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ആ ഉമ്മയുടെ നെഞ്ചു പിടഞ്ഞു. ഫൈസൽ തുടർന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ അവളോട് വാക്കുവാങ്ങിയിരുന്നു, ഈ രഹസ്യം ആരോടും പറയില്ലെന്ന്. ഞാൻ ഒളിച്ചോടിയ ഒരു ഭീരുവാണെന്ന് നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത ആ സ്വാർത്ഥതയുടെ വില കൊടുത്തത് എന്റെ പാവം ഭാര്യയാണ്. അവൾ അനുഭവിച്ച ഓരോ അപമാനത്തിനും കാരണം ഞാനാണ്. കുറ്റം ചെയ്തത് ഞാനാണ്. അവന്റെ ശബ്ദമിടറി. മുറിയിൽ സമ്പൂർണ്ണ നിശബ്ദത. ഓരോരുത്തരുടെയും ഉള്ളിൽ കുറ്റബോധത്തിന്റെ തീയെരിഞ്ഞു. ഫാത്തിമ ഓടിച്ചെന്ന് റാഷയെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ, ഈ ഉമ്മച്ചിയോട് പൊറുക്ക്. നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ മണ്ടിയോട് ക്ഷമിക്ക്. അവർ തേങ്ങിക്കരഞ്ഞു. സുലൈമാന് മകളുടെ മുഖത്തു നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അപമാനം കൊണ്ട് തലകുനിച്ചു. യഥാർത്ഥ കഥ വീട്ടുകാർ അറിഞ്ഞു. പതിയെ പതിയെ അത് പുറം ലോകവും അറിഞ്ഞു തുടങ്ങി. ഫൈസൽ ഒളിച്ചോടിയില്ല. അവൻ പിറ്റേന്ന് തന്നെ പ്രധാന കടക്കാരനെ പോയി കണ്ടു. ഞാനിവിടെ തന്നെയുണ്ട്, ഒരിടത്തും പോകില്ല. എനിക്ക് കുറച്ച് സാവകാശം തരണം. നിങ്ങളുടെ ഓരോ പൈസയും ഞാൻ അധ്വാനിച്ച് തന്നു തീർക്കും. അവന്റെ ധൈര്യവും ഭാര്യയോടുള്ള സ്നേഹവും കണ്ടപ്പോൾ കടുത്തു സംസാരിച്ചിരുന്നവരുടെ മനസ്സുപോലും അലിഞ്ഞു. അവനെ അപവാദം പറഞ്ഞ സമൂഹം അവനെ ബഹുമാനത്തോടെ നോക്കിത്തുടങ്ങി. അബുഹാജിയും സുലൈമാനും തങ്ങളുടെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു. അവർ രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് കടത്തിന്റെ ഒരു വലിയ ഭാഗം വീട്ടീർത്തു. ഇനി ഗൾഫിലേക്കില്ലെന്ന് ഫൈസൽ തീരുമാനിച്ചു. ജമാലിന്റെ സഹായത്തോടെ അവൻ ആ ചെറിയ പട്ടണത്തിൽ ഒരു ഡെലിവറി സർവീസ് ആരംഭിച്ചു. അതൊരു ചെറിയ തുടക്കമായിരുന്നു. പക്ഷേ ആ തുടക്കത്തിന് അവന്റെ കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയുമുണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. റാഷ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങായിരുന്നു അന്ന്. വീട് നിറയെ ആളുകളായിരുന്നു. പക്ഷേ ഇത്തവണ ആരുടെയും മുഖത്ത് പരിഹാസമോ സഹതാപമോ അല്ലായിരുന്നു. ആത്മാർത്ഥമായ സന്തോഷം മാത്രമായിരുന്നു. റാഷ ഒരു മാലാഖയെപ്പോലെ അണിഞ്ഞൊരുങ്ങി കുഞ്ഞിനെയും എടുത്ത് ആളുകളുടെ ഇടയിൽ നിന്നു. ഫൈസൽ ഒരു പുഞ്ചിരിയോടെ അതിഥികളെ സ്വീകരിച്ചു. ഫാത്തിമയും ആയിഷയും പേരക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഖദീജാത്ത മുന്നോട്ടു വന്നത്. ഒരു കാലത്ത് അവളെ ഏറ്റവും കൂടുതൽ അപമാനിച്ച അതേ സ്ത്രീ.
അവർ കുഞ്ഞിന്റെ കവിളിൽ സ്നേഹത്തോടെ നുള്ളി. മാഷാ അല്ലാ, വാപ്പാന്റെ അതേ കണ്ണുകളാ കുഞ്ഞിന്. അതുകേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു. അതൊരു പുതിയ തുടക്കമായിരുന്നു. അന്ന് രാത്രി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന മകളെ നോക്കി അവരിരുന്നു. ജനലിലൂടെ നിലാവിന്റെ വെളിച്ചം അകത്തേക്ക് പരന്നൊഴുകുന്നുണ്ടായിരുന്നു. ഫൈസൽ റാഷയുടെ കൈകൾ ചേർത്തുപിടിച്ചു. റാഷ, നോക്ക്, അവൻ ജനലിലൂടെ പുറത്തേക്ക് ചൂണ്ടി. അന്ന് നമ്മുടെ രഹസ്യത്തിന് സാക്ഷിയായ അതേ നിലാവ് ഇന്ന് നമ്മുടെ മോളെ കാണാൻ വന്നിരിക്കുന്നു. അവൻ കുഞ്ഞിന്റെ നെറുകയിൽ തലോടി. നമ്മളിവൾക്ക് ഖമർ എന്ന് പേരിടും, ചന്ദ്രൻ. അവൻ റാഷയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കടലിരമ്പുന്നുണ്ടായിരുന്നു. എല്ലാ ഇരുട്ടും സഹിച്ചത് ഈ നിലാവുദിക്കുന്ന പുലരി കാണാനായിരുന്നു. അവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റൊഴിഞ്ഞിരുന്നു. വേദനയുടെയും അപമാനത്തിന്റെയും കടൽ കടന്ന് അവർ സ്നേഹത്തിന്റെ തീരത്തെത്തിയിരുന്നു. അവിടെ അവർക്കായി മാത്രം നിലാവ് പൂത്തുനിന്നിരുന്നു.